തന്ത്രി കണ്ഠരര് രാജീവരെ ജയിലിൽ അടച്ചത് ശബരിമലയിലെ ആചാര ലംഘനത്തിനുള്ള സർക്കാർ സ്പോൺസേഡ് പദ്ധതി പൊളിച്ചതിലെ വൈരാഗ്യമെന്ന മുതിർന്ന ബി.ജെ.പി. നേതാവ് അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള. യുവതികൾ മലകയറാനെത്തിയ ഘട്ടത്തിൽ നട അടച്ചിടാമെന്ന് തന്ത്രിക്ക് ഉപദേശം നൽകിയത് താനാണെന്ന് ശ്രീധരൻപിള്ള വെളിപ്പെടുത്തി. തന്ത്രിക്കെതിരെയും തനിക്കെതിരെയും നൽകിയ കോടതിയലക്ഷ്യ ഹർജികൾ സുപ്രീംകോടതി തള്ളിയ കാര്യവും ശ്രീധരൻപിള്ള ഓർമ്മിപ്പിച്ചു. ജയിൽ മോചിതനായി എത്തിയ തന്ത്രി കണ്ഠരര് രാജീവരെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തി സന്ദർശിച്ച മുതിർന്ന ബി.ജെ.പി. നേതാവ് അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള തന്ത്രിക്ക് മാനസികമായും രാഷ്ട്രീയമായും എല്ലാ പിന്തുണയും വാഗ്ദാനം നൽകി. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട ശ്രീധരൻപിള്ള തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നിലെ പ്രേരണ എന്തെന്നും മുഖ്യമന്ത്രിക്ക് തന്ത്രി എങ്ങനെ ശത്രുവായെന്നും വിശദീകരിച്ചു. ഒരു തെളിവിൻ്റെ കണിക പോലുമില്ല എന്ന് ബന്ധപ്പെട്ട കോടതി എല്ലാ ഫയലുകളും പരിശോധിച്ച ശേഷം 41 ദിവസം ഒരാളെ ജയിലിലിടുന്നത് ഗൂഢാലോചന കുറ്റം ആരോപിച്ച അന്നത് വന്ന അവസരത്തിൽ സർക്കാർ സ്പോൺസേഡായി നടത്തിയ സ്കീം പരാജയപ്പെട്ട് ദയനീയമായി അന്നത്തെ ആ സമരത്തിൽ അവർക്ക് തിരിച്ചടിയേറ്റപ്പോൾ ആ തിരിച്ചടിയേറ്റതിൻ്റെ പ്രതികാരമാണ് ഇന്ന് ഒരു ജഡ്ജി ന്യായാധിപൻ എല്ലാം പരിശോധിച്ച ശേഷം ഒരു തരത്തിലുള്ള ആരോപണത്തിന്റെ ലാഞ്ചന പോലും ഇല്ല, നോ മെറ്റീരിയൽ അറ്റോൾ എന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റി ഇതിങ്ങനെയാണോ കേരളം പ്രതികരിക്കേണ്ടത്? യുവതികൾ മലകയറാൻ എത്തിയ ഘട്ടത്തിൽ നട അടച്ചിടാമെന്ന് തന്ത്രിക്ക് ഉപദേശം നൽകിയത് താനാണെന്ന് ശ്രീധരൻപിള്ള വെളിപ്പെടുത്തി. ഇത് കോടതി അലക്ഷ്യമാകില്ല എന്ന് താൻ അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിരുന്നു. ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനം ഉണ്ടാകാതിരിക്കാൻ നട അടച്ചിടുന്നത് നിയമപരമായ അവകാശമാണെന്നും നടപടി ഉണ്ടായാൽ ആദ്യത്തെ പ്രതിയായി താൻ വരാമെന്ന് തന്ത്രിക്ക് വാക്കു നൽകിയിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അടച്ചിടാൻ വേണ്ടി പറഞ്ഞതാണ്. അന്ന് രാവിലെ ഒരു തത്വദീക്ഷയുമില്ലാതെ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് 2 സ്ത്രീകളെ, രഹന ഫാത്തിമ, അതുപോലെ തന്നെ ബിന്ദുമണി എന്നല്ല നിങ്ങൾ അറിയാത്ത പറഞ്ഞത് കവിത, മഹാരാഷ്ട്രക്കാരി, ഈ 2 പേരെയും, കവിത ജക്കാല, ഇവർ 2 പേരെയും അന്ന് അണിയിച്ചൊരുക്കി പോലീസ് യൂണിഫോം ഇട്ട്, ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു, പോലീസ് യൂണിഫോം ഇട്ട് അവരെ 18-ാം പടിയുടെ നട വരെ കൊണ്ടുപോകാൻ പോലീസിന് സാധിച്ചു. സ്റ്റേറ്റ് സ്പോൺസേഡ് യാത്രയായിരുന്നു അത്. അവരുടെ ഇരുമടിക്കെട്ട് തുറന്ന ആളുകൾ, അത് ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. അതിനുള്ളിലുണ്ടായിരുന്ന എന്തൊക്കെയാ ഞാൻ പറയാൻ അറയ്ക്കുകയാണ്. രാഷ്ട്രീയമായ താൽപ്പര്യങ്ങൾക്കായി ഭരണകൂടം സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തതിന്റെ ഫലമാണ് ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസുകളെന്നും ശ്രീധരൻപിള്ള ആരോപിച്ചു. തന്ത്രിക്കെതിരെയും തനിക്കെതിരെയും നൽകിയ കോടതിയലക്ഷ്യ ഹർജികൾ സുപ്രീംകോടതി തള്ളിയ കാര്യവും ശ്രീധരൻപിള്ള ഓർമ്മിപ്പിച്ചു. ജനം, ആലപ്പുഴ.